കണ്ണൂർ പള്ളിക്കുന്ന് സെൻട്രൽ ജയിൽ പെട്രോൾ പമ്പിന് സമീപത്തെ വീടുകളിലെ കിണറുകളിൽ ഇന്ധനം കലർന്ന വെള്ളം ഉപയോഗശൂന്യമായ വിഷയത്തിൽ കെ.വി. സുമേഷ് എം.എൽ.എയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ കളക്ടർ അരുൺ കെ. വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ ദിവസം പള്ളിക്കുന്നിലെ പെട്രോൾ പമ്പിന് മുന്നിൽ സമീപത്തെ വീടുകളിലെ കിണറിൽ ഇന്ധനം കലർന്നതിനെ തുടർന്ന് പെട്രോൾ പമ്പ് നാട്ടുകാർ ഉപരോധിച്ചിരുന്നു. അതിനെ തുടർന്ന് കെ.വി. സുമേഷ് എം.എൽ.എ സ്ഥലം സന്ദർശിച്ചിരുന്നു. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ നമ്മുടെ വാർത്തയിൽ നേരത്തെ നിങ്ങളുമെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൊടുത്തതാണ്. നമ്മുടെ പള്ളിക്കുന്നിൽ പെട്രോൾ പമ്പിൻ്റെ ഭാഗമായിട്ട് ജയിലിൻ്റെ ഭാഗമായി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള പെട്രോൾ പമ്പിലെ ജയ് ജവാൻ റോഡിൽ താമസിക്കുന്ന ഒട്ടേറെ കുടുംബങ്ങളെ പെട്രോളിൻ്റെയും അംശം അവരുടെ കിണറിൽ കണ്ടെത്തിയതായിട്ട് നേരത്തെ തന്നെ വാർത്ത വന്ന ഒരു മാസമായി. അതിൻ്റെ ഭാഗമായിട്ട് ജയിൽ അധികൃതരായിട്ട് ബന്ധപ്പെട്ടു എല്ലാവരും IOC ജയിൽ അധികൃതരൊക്കെ ചേർന്ന് താൽക്കാലികമായ ചില നടപടി പൂർത്തീകരിച്ചു. പക്ഷെ ഇപ്പോൾ കൂടുതൽ കിണറുകളിലേക്ക് അത് വ്യാപിക്കുന്നതായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും കൗൺസിലറും ഒക്കെ ചേർന്ന് നടത്തിയ പരിശോധനയുടെ ഭാഗമായിട്ട് കണ്ടത്. അതിനെ തുടർന്ന് അതിൻ്റെ ഭാഗമായി IOCയും ജയിൽ അധികൃതരെ ഇക്കാര്യം അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കളക്ടറുമായിട്ട് കളക്ടറെ ശ്രദ്ധയിൽ ഈ കാര്യം പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹി ജയ് ജവാൻ റോഡ് റെസിഡൻസ് അസോസിയേഷനും കൗൺസിലറും MLA എന്ന നിലയിൽ ഞങ്ങളെല്ലാവരും കൂടി വന്ന് കളക്ടറെ ശ്രദ്ധയിൽ ഈ കാര്യപ്പെടുത്തി. ബോർഡിൻ്റെ പരിശോധനയിലും ഒക്കെ ഹൈലി പൊല്യൂട്ടഡ് ആണ്. 1% വേണ്ടത് 2000-ത്തിലേറെ% ഇതിൻ്റെ കണ്ടന്റ് ഉണ്ടെന്നാണ് പരിശോധനയുടെ ഭാഗമായിട്ട് കണ്ടത്. അപ്പോൾ വലിയ സീരിയസ് ആണ്. അവിടെയുള്ള താമസിക്കുന്നവർക്കെല്ലാം ഈ ശുദ്ധജലം ലഭ്യമാവുന്നതിന്റെ ഒരു പ്രശ്നം സീരിയസ് ആയിട്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ കളക്ടറെ ശ്രദ്ധയിൽപ്പെടുത്തി. അതിനെ തുടർന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കളക്ടറുമായി കെ.വി. സുമേഷ് MLA കൂടിക്കാഴ്ച നടത്തിയത്. IOC ജയിൽ അധികൃതർ എന്നിവരെ ഉൾപ്പെടുത്തി ഈ ആഴ്ച തന്നെ പ്രശ്നപരിഹാരത്തിന് വിശദ ചർച്ച നടത്താമെന്ന കളക്ടർ ഉറപ്പ് നൽകിയതായി കെ.വി. സുമേഷ് MLA കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അറിയിച്ചു. നിലവിൽ ഇന്ധന ചോർച്ച ഇല്ലെന്നാണ് IOC അറിയിച്ചിരിക്കുന്നത്. എന്നാൽ കൂടുതൽ കിണറുകളിൽ ഇന്ധനം കലർന്ന് വെള്ളം ഉപയോഗശൂന്യമാവുന്നുണ്ട്. ഇതിന് ശാശ്വത പരിഹാരം കാണണമെന്നും MLA ആവശ്യപ്പെട്ടു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.